നമസ്കാരം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ അതിക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികൾക്കും ജാമ്യം അനുവദിച്ചു. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രായം കണക്കിലെടുത്താണ് ജാമ്യം. മുൻപ് കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്നതും കോടതി പരിഗണിച്ചു. കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥികളായ സാമുൽ ജോൺസൺ, NS ജീവ, 3ാം വർഷ വിദ്യാർത്ഥികളായ KP രാഹുൽ രാജ്, റിജിൽജിത്ത്, NV വിവേക് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പ്രതികൾ അറസ്റ്റിലായി 45ാം ദിവസമാണ് കുറ്റപത്രം നൽകിയത്. ജൂനിയർ വിദ്യാർത്ഥികളായ 6 പേരെ 5 പ്രതികളും ചേർന്ന് തുടർച്ചയായി ഉപദ്രവിച്ചു. നവംബർ മുതൽ 4 മാസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ പ്രതികൾ തുടർച്ചയായി ആക്രമിച്ചത്. ഇരകളായവർ വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ പ്രതികൾ അത് കണ്ട് ആനന്ദിച്ചു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയും പ്രതികൾ ആഘോഷിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. റാഗിങ്ങിനെ കുറിച്ച് പുറത്തു പറയാതിരിക്കാൻ ഇരകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആതുര സേവനത്തിന് മാതൃകയാകേണ്ടവർ ചെയ്ത കൊടിയ പീഡനമാണിത്. പ്രതികളായ വിദ്യാർത്ഥികളുടെ കൈവശം മാരകായുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പ്രതികൾ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ലഹരി ഉപയോഗത്തിന് പ്രതികൾ പണം കണ്ടെത്തിയത് ഇരകളായ വിദ്യാർത്ഥികളിൽ നിന്നായിരുന്നു. ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു കേസിൽ നിർണായക തെളിവായി മാറിയത്. പ്രതികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധന നടത്തിയതായും പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നും റാഗിങ്ങിന്റെ കൂടുതൽ തെളിവുകളും കിട്ടി. കേസിൽ 40 സാക്ഷികളും 32 രേഖകളുമാണുള്ളത്. കേസിൽ 5 പ്രതികൾ മാത്രമാണുള്ളത്. റാഗിംഗ് സംബന്ധിച്ചുള്ള വിവരം കോളേജ് അധികൃതർക്കോ ഹോസ്റ്റൽ അധികൃതർക്കോ അറിയില്ലായിരുന്നു. ഇരകളായ വിദ്യാർത്ഥികൾ മുമ്പ് കോളേജിൽ പരാതിയും നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും കേസിൽ പങ്കില്ലെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു.